രാഷ്ട്രപതി ദ്രൗപദി മുർമു ബാലപുരസ്കാരം സമ്മാനിച്ചത് 17 കുഞ്ഞുങ്ങൾക്ക്. ഇന്നലെ രാവിലെ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെൻറ്ററിൽ വച്ചാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. 14 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 17 കുട്ടികൾക്കാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരം സമ്മാനിച്ചത്. കലയും സംസ്കാരവും തുടങ്ങി 7 വിഭാഗത്തിലെ നേട്ടങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. ധീരത, സാമൂഹ്യ സേവനം, സ്പോർട്സ്, പരിസ്ഥിതി, ശാസ്ത്രവും സാങ്കേതികവിദ്യയും തുടങ്ങിയ മേഖലകൾക്കാണ് അവാർഡ്. 7 ആൺകുട്ടികൾക്കും 10 പെൺകുട്ടികൾക്കുമാണ് അവാർഡ്. ഇവർക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരമായി ലഭിക്കുക. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ 12 വയസ്സുള്ള സൂഫി സിംഗറായ അയാൻ സജാദിനാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത്. കൂടാതെ കലയിലും സംസ്കാരത്തിലുമുള്ള മികവിന് എഴുത്തുകാരിയും വികലാംഗ അഭിഭാഷകയുമായ 14 വയസ്സുള്ള കോയ ഹത്കർക്കും പുരസ്കാരം ലഭിച്ചു. പർക്കിൻസൺസ് രോഗികൾക്കുള്ള സെൽഫ് സ്റ്റെബിലൈസിംഗ് ഉപകരണങ്ങൾ പോലുള്ള സാങ്കേതിക സംഭാവനകൾ പരിഗണിച്ചാണ് 15-കാരിയായ സിന്ദൂര രാജയ്ക്ക് നവീകരണത്തിലുള്ള അവാർഡ് ലഭിച്ചത്. 9 വയസ്സുള്ള സൗരവ് കുമാറിന് ധീരത വിഭാഗത്തിലാണ് അവാർഡ് ലഭിച്ചത്. 3 പെൺകുട്ടികളെ മുങ്ങിത്താഴുന്നതിൽ നിന്നും രക്ഷിച്ചതിനാണ് ഈ കുഞ്ഞിന് അവാർഡ് നൽകിയത്. ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ അവിടെയുള്ള 36 താമസക്കാരെ രക്ഷിച്ചതിനാണ് 17-കാരനായ ഇയോന്ന ധാപ്പയെ ആദരിച്ചത്. കൂടാതെ പ്രത്യേക കഴിവുകൾ പ്രകടിപ്പിച്ച മറ്റു കുഞ്ഞുങ്ങൾക്കും അവാർഡുകൾ നൽകി. ഇന്ത്യയുടെ ഭാവിക്കായി വരും തലമുറയെ മികവുറ്റതാക്കാനും സമൂഹത്തിന് സംഭാവനകൾ നൽകാനും ഈ കുട്ടികൾ വഹിച്ച പങ്ക് എടുത്തുകാട്ടിയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു കുഞ്ഞുങ്ങളെ ആദരിച്ചത്. വീർബൽ ദിവസവും ഇന്ത്യയുടെ യുവാക്കളുടെ നേട്ടങ്ങളും സാധ്യതകളും ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരവും രാജ്യവ്യാപകമായി ആഘോഷിക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചിരുന്നു.